മാസ്ക് മുഖത്ത് വെച്ച് രോഗങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല, മാസ്ക് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതിന് മുന്നേ നമുക്ക് മറ്റു കുറച്ച് ടിപ്സ് കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഈ കുക്കറിൻ്റെ അടിഭാഗം നല്ലപോലെ കറുത്തിരിക്കുന്ന കണ്ടില്ലേ, നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ എന്നും ഗ്യാസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ കരി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ കൊപ്രയൊക്കെ ആട്ടുമ്പോൾ അതിൻ്റെ ചണ്ടി ഉണ്ടാവുമല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഉരച്ചാൽ മതി, സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും ഉരച്ച് കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ ഒന്ന് അമർത്തി നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ഈ കരിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിലുള്ള കരികളൊക്കെ നമുക്കിതാ നമ്മുടെ ഈ ചണ്ടിയിലേക്ക് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ സോപ്പോ ഇട്ടിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ പാത്രങ്ങളൊക്കെ കളർ മങ്ങിയിട്ടുണ്ടാവും. കുറേ പഴകുമ്പോൾ നല്ലൊരു കളറ് മങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. സ്റ്റീൽ പാത്രങ്ങളായാലും ശരി, അലുമിനിയം പാത്രങ്ങളൊക്കെ ആയാലും ശരി, നല്ലപോലെ ഒന്ന് കളർ മങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കൊപ്ര എടുത്തിട്ട്, കൊപ്രയുടെ ചണ്ടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ നനച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. കൈ വെച്ചിട്ട് മാത്രം തുടച്ചെടുത്താൽ മതി. നമ്മൾ സ്ക്രബ്ബർ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ഇതിലേക്ക് ഉരച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കുമ്പോൾ നല്ലപോലെ സോപ്പ് പത പോലെ തന്നെ നമുക്ക് വരും. പെട്ടെന്ന് എല്ലാം നല്ലപോലെ ക്ലീനായിട്ട് നല്ലപോലെ വെട്ടിത്തിളങ്ങും. സ്റ്റീൽ പാത്രങ്ങളായാലും ശരി, അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. വീട്ടിൽ പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവും നിറം മങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഈ തേങ്ങച്ചണ്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ, ഇല്ലെങ്കിൽ അടുത്ത് ആരെങ്കിലും തേങ്ങ ആട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അധികം ആൾക്കാർക്കും ഇതിൻ്റെ ഉപയോഗമൊന്നും അറിയില്ല, അത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിക്കൊടുന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അതേപോലെ സ്കിന്ന് ഡ്രൈ ആവില്ല. നമ്മൾ ചില ആൾക്കാർക്ക് സോപ്പ് ഉപയോഗിക്കുമ്പോൾ, കുളിക്കുമ്പോഴൊക്കെ സോപ്പ് ഉപയോഗിക്കുമ്പോഴും അലർജി വരാറുണ്ട്, ചൊറിച്ചിലൊക്കെ വരാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾക്ക് സോപ്പിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. മാത്രമല്ല സ്കിന്നിനുള്ള അഴുക്കുകളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ അഴുക്കുകളൊക്കെ നീക്കിക്കളയാൻ വേണ്ടി ഇതിന് പറ്റും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ തേങ്ങയുടെ കൊപ്രച്ചണ്ടി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ ഇതുപോലെയുള്ള മാസ്കുകൾ ഉപയോഗം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളയാറാണ് പതിവ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെക്കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ 2 മാസ്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ മാസ്കിൻ്റെ ഈ വള്ളി നമുക്കിതൊന്ന് മുറിച്ച് മാറ്റാം. ഇതിങ്ങനെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഇതൊന്ന് അകത്തിയെടുക്കണം. ഇതിൽ 3 ലെയറാണ് ഉണ്ടാവുക. അതിലിപ്പോൾ ഒരു ലെയറിൽ നമുക്കിതാ ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ബാത്റൂമൊക്കെ കഴുകാനൊക്കെ നമുക്ക് സമയം കിട്ടില്ല. ചില ആൾക്കാർക്ക് ബാത്റൂം കഴുകാൻ മടിയായിരിക്കും. ആ സമയങ്ങളിലൊക്കെ ബാത്റൂമിൽ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ പഴകിയ ചെറുനാരങ്ങ ആയാലും കുറച്ച് ഉണങ്ങിയ ചെറുനാരങ്ങയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് ഒരു സോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ചെറിയ സോപ്പുകളാക്കി വെക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ല എങ്കിൽ സോപ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഏത് സോപ്പായാലും മതി, ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നുമില്ല, നമുക്ക് ഏത് സോപ്പായാലും ഉപയോഗിക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് ടാങ്കിൽ, നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 1 മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഫ്ലഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി, അതേപോലെ സോപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഓരോ പ്രാവശ്യം ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഈ ടോയ്ലറ്റ് നമുക്ക് വൃത്തിയായി കിട്ടും. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമുക്കിതൊന്ന് മാറ്റിയാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീനായും കിട്ടുകയും ചെയ്യും. കൂടുതൽ സമയം നമുക്ക് ഇതിലേക്ക് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഇത് ഞാൻ 2 ഭാഗമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ 2 കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം ഇല്ല എങ്കിൽ ഗ്രാമ്പു ഒന്ന് ചതച്ചെടുത്തിട്ട് ഗ്രാമ്പു ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാൻ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് ഇതുപോലെ കെട്ടി നമ്മുടെ ഷെൽഫിൽ തുണിയൊക്കെ വെക്കുന്ന ഷെൽഫിലോ അല്ലെങ്കിൽ തുണികളുടെ ഇടയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സുഗന്ധവും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാറ്റ ശല്യവും മറ്റ് കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. തുണിക്ക് നല്ല നമ്മുടെ ഷെൽഫ് തുറക്കുമ്പം തന്നെ തുണികൾക്കൊക്കെ നല്ല സുഗന്ധം ഉണ്ടാവും. അതൊരു 2, 3, 4 മാസം വരെ നമ്മൾക്ക് അത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തുണികൾ മടക്കി വയ്ക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഗ്രാമ്പു ആയാലും മതി, ഗ്രാമ്പു ആയാലും ആ ഗ്രാമ്പൂവിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അടുത്തത് എടുത്തിരിക്കുന്നത് പാറ്റ ഗുളികയാണ്. പാറ്റ ഗുളിക ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കുറച്ച് ദിവസമേ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ അതിൻ്റെ സ്മെല്ല് 2, 3, 4 മാസം നമ്മൾ പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും നമ്മൾക്ക് പോവില്ല. മാത്രമല്ല നമ്മൾ റൂമൊക്കെ അടച്ച് ഇരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഇത് നമ്മൾ പിന്നീട് തുറക്കുമ്പോൾ ആ സ്മെല്ല് ആ റൂമിൽ നിറയെ ഉണ്ടാകുകയും ചെയ്യും. പാറ്റ ശല്യവും പല്ലി ശല്യവും ഒന്നും നമ്മുടെ അടുക്കളയിലായാലും സിങ്കിനകത്തോ പിന്നെ പാത്രം കഴുകുന്ന വാഷ് ബേസിൻ്റെ എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മളുടെ വീടുകളിലൊക്കെ ഉമ്മറത്തൊക്കെ നായയൊക്കെ വന്ന് കിടക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നായശല്യം നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ മാറിക്കിട്ടും. ഉമ്മറത്തൊന്നും നായശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.